നമ്മുടെ വിഷയം ഡിവൈൻ മദർ എന്നുള്ളതാണ്. ഡിവൈൻ മദർ, അതായത് ഈ ഡിവൈൻ മദറിലൂടെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. വ്യക്തമായ ഒരു ലക്ഷ്യത്തിലാണ് ഡിവൈൻ മദർ എന്ന് പറയുന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്നത്. ആ ലക്ഷ്യം ഒരു ആനന്ദ ലോകമാണ്. അതായത് ഒരു ആനന്ദ ലോകം നമുക്ക് വേണം. ഇപ്പോൾ സാധ്യമാണോ, ഉണ്ടോ, ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ ഇന്ന് എല്ലാ മനുഷ്യരും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ദുരിതക്കയത്തിൽ കിടക്കുന്ന ലക്ഷങ്ങൾ. ഇതിൽ നിന്നുമെല്ലാം മാറി നമുക്കൊരു ആനന്ദ ലോകം സാധ്യമാവണ്ടേ? അതായത് നമുക്ക് ഒരു സുഖമായി, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഘോഷത്തോടെ ഇവിടെ ജീവിക്കണം. പക്ഷെ അത് ഇന്നേ വരെ സാധ്യമായിട്ടില്ല. ഈ ഭൂമുഖത്ത് ഇന്നേ വരെ മനുഷ്യന് സാധ്യമായിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഒരു ആലോചന, എന്നൊരു ചെറിയ ആലോചന മാത്രമാണ് എന്നെ ആലോചന. അതായത് നമ്മുടെ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മൾ എടുക്കുന്നു. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആനന്ദ ലോകമാണ്. ആ ആനന്ദ ലോകത്തിൽ ഡിവൈൻ മദറിന്റെ പങ്ക് എന്താണ്, എന്തായിരിക്കണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ആലോചന. ഈ ഭൂമിയിലെ സകലമാന മനുഷ്യരുടെയും ജീവിതാഭിലാഷം, ആഗ്രഹം, ജന്മം സഫലമാകുക എന്നതാണ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും അഭിലാഷം ജന്മം സഫലമാകണം. ജന്മം സഫലമാകണമെന്നുണ്ടെങ്കിൽ ജീവിതം ആനന്ദപൂർണമായിരിക്കും. അല്ലാതെ നരകിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ജന്മം സഫലമായി എന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ജന്മം സഫലമാക്കി എടുക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമ്മൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ഇതെല്ലാമാണ് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഭൂമിയിലെ എല്ലാവരുടെയും ജീവിതാഭിലാഷം ആനന്ദം. അതിനുവേണ്ടി നാം കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കള്ളൻ കക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ കക്കുന്നത് പോലും ആ കട്ട് കിട്ടുന്നത് കൊണ്ട് ആനന്ദത്തോടെ അവന് ഭാവിയിൽ ജീവിക്കാമെന്ന് കരുതിയിട്ടല്ലേ? ആനന്ദമാണ് അവന്റെയും ലക്ഷ്യം, ആനന്ദമാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, 1,00,000 രൂപ ശമ്പളമുള്ള ഉദ്യോഗസ്ഥർ പോലും കൈക്കൂലി സാധാരണ മനുഷ്യരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു. അതുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കാമെന്ന് കരുതിയിട്ടല്ലേ? സമ്പത്ത് കൂട്ടുന്നത്, അതായത് സമ്പത്ത് അങ്ങനെ കുന്നുകൂട്ടുകയാണ്. ബാങ്ക് ബാലൻസും സ്വത്തുക്കളും ഭൂമിയും സ്വർണവും എല്ലാം കുന്നുകൂട്ടുന്നുണ്ട്. ഇതിന്റെയും ലക്ഷ്യം എന്താ? ആനന്ദത്തോടെ ജീവിക്കാം എന്നതാണ്. മറ്റൊരാളെ കാലിവാരി അധികാര കസേരയിൽ എത്തുന്ന രാഷ്ട്രീയക്കാരുടെ അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. എല്ലാവരുടെയും ലക്ഷ്യം കള്ളു കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും ലഹരിയുടെ അടിമപ്പെട്ടു പോകുന്നത്, ഇതെല്ലാം ആനന്ദം കിട്ടുമെന്നുള്ള ഇതിലല്ലേ? പക്ഷേ നമുക്ക് ഇപ്പൊ ഒരു കാര്യം അറിയാം, ഇതൊന്നും തന്നെ ആരെയും ഇന്നേ വരെ ഒരിടത്ത് ആനന്ദത്തിൽ കൊണ്ട് എത്തിച്ചിട്ടില്ലതാണ്. അപ്പൊ ഇതൊക്കെ എന്തോ പ്രശ്നമില്ലേ? നമുക്ക് എന്തോ പ്രശ്നമില്ലേ? എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരുടെയും അഭിലാഷം അതായിരിക്കെ അതിലേക്ക് എത്തപ്പെടുന്നുമില്ല. എന്നാൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ കാരണം കണ്ടെത്തി അതിനെ പരിഹാരം ചെയ്ത് നമുക്ക് എത്രമാത്രം ആനന്ദ ജീവിതം നയിക്കാനാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിക്ക് ഒരു ലഹരി കൂടിയേ കഴിയൂ. ആ ലഹരി എന്ന് പറയുന്നത് ഒരു ആനന്ദ ജീവിതമാണ്, ആനന്ദ ലോകമാണ്. അവന് നേരായ മാർഗത്തിലൂടെ ആനന്ദത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറുക്കുവഴി തേടും. ആ കുറുക്കുവഴിയാണ് മദ്യലഹരിയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതൊരു കുറുക്കുവഴി തേടലാണ്. ശരിയായ വഴി പറഞ്ഞു തരാൻ ആളില്ല ഇവിടെ. ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല.
ഒരു മനുഷ്യരും ഇവരെ നേരായ വഴിയിലേക്ക് എങ്ങനെ കൊണ്ട് ശരിയായ വഴിയിലൂടെ എങ്ങനെ ആനന്ദത്തിൽ കൊണ്ട് എത്തിക്കാമെന്നതിന് യാതൊരു അറിവും ആർക്കും ഒരിടത്തിൽ ലഭിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് നമ്മൾ ഡിവൈൻ മദർ എന്നുള്ള ഒരു ആശയത്തിന് പ്രസക്തി വരിക. എല്ലാവരുടെയും അഭിലാഷമായ ആനന്ദ ലോകം സാധ്യമാക്കുന്നതിൽ ഡിവൈൻ മദർ എന്ന ആശയത്തിന്റെ പങ്കെത്ര വളരെയധികം പങ്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെയധികം. അതായത് ഈ സമൂഹം മാറണമെന്നുണ്ടെങ്കിൽ, ശരിയാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. സ്ത്രീ വിചാരിച്ചാൽ ഇത് സാധ്യമാണ് താൻ. സ്ത്രീ വിചാരിച്ചാലേ ഇത് സാധ്യമാകും. പുരുഷൻ വിചാരിച്ചുകൊണ്ട് ചുക്കൂടെ നടക്കില്ല. സ്ത്രീ വിചാരിച്ചാൽ ഇത് സാധ്യമാണ് താൻ. അപ്പൊ നമുക്ക് ഒരുപാട് വ്രതങ്ങളുണ്ട്. എനിക്കിപ്പോ നമ്മളുടെ നവമി സംഘം അല്ലെങ്കിൽ നവമി കൂട്ടായ്മ അല്ലെങ്കിൽ ഇത് തന്നെയാണെന്ന് എനിക്ക് അറിയില്ല ശരിക്കും. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വാനപ്രസ്ഥം ഗ്രൂപ്പിന് ഒരു ഏകാദശി വ്രതമുണ്ട്. ഈ ഏകാദശി വ്രതത്തിന്റെ തലേന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കും, നാളെ ഏകാദശിയാണ്. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച മനുഷ്യരല്ലേ, അപ്പൊ അതിൽ വിട്ടുപോകാം. അതുകൊണ്ട് എല്ലാവരും അറിയിക്കുകയും നാളെ വിധിച്ച അന്നം മാത്രം കഴിക്കാവൂ, വേവിച്ചതൊന്നും കഴിക്കരുത് എന്നൊരു നിർദ്ദേശം അവിടെ കൊടുക്കും. ഞങ്ങളുടെ വാനപ്രസ്ഥം ഗ്രൂപ്പിലെ മുഴുവൻ ഇതാണ്. ഇതെല്ലായിടത്തും അറിയിക്കും. ചിലർക്ക് ചിലപ്പോ ചില സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റില്ലെന്ന് വരും. പക്ഷേ ഏതെങ്കിലും സമയത്ത് ഇടയ്ക്കാണെങ്കിലും എടുക്കും. സമയത്തിന് പ്രത്യേകതകൾ ഉണ്ടാവാം. പക്ഷേ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് ഇതിനകത്ത് വന്നുപെടാൻ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പ്രയാസങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ട് അതത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. ഉപവസിക്കുക, അടുത്തിരിക്കുക. ആരുടെ അടുത്തിരിക്കണം? ഈശ്വരന്റെ അടുത്തിരിക്കുക എന്നുള്ളത്. ഈശ്വരന്റെ അടുത്ത് ഇരിക്കുക. അന്നം ബ്രഹ്മമാകുന്നു, ഈശ്വരനാകുന്നു എന്ന് അറിയാവുന്ന നാടാണ് ഭാരതം. അന്നം ബ്രഹ്മമാകുന്നു എന്നറിയാം. അപ്പോ അന്നം, വിധിച്ച അന്നം നമ്മൾ കഴിച്ചാൽ നമ്മൾ ഈശ്വരന്റെ അടുത്തിരിക്കുന്നതിന് തുല്യമാണ്. അന്നങ്ങൾ അഞ്ചന്നങ്ങളാണ് നമുക്ക്. അതെല്ലാവർക്കും, ഈ ഗ്രൂപ്പിന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതായത് ആകാശം എന്ന് പറയുന്ന ശബ്ദം, അഗ്നി, വായു, വെള്ളം, ഭൂമി. ഇത് അഞ്ചുമാണ് അന്നങ്ങൾ. ഈ അഞ്ചന്നങ്ങളുടെയും ക്വാളിറ്റി ആണ് അച്ഛനിലെ ബീജത്തിന്റെ ക്വാളിറ്റി. ഈ അഞ്ചന്നങ്ങളുടെയും ക്വാളിറ്റിയാണ് അമ്മയിലെ അണ്ടത്തിന്റെ ക്വാളിറ്റി. അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റിയാണ് അനന്തര തലമുറയായ കുഞ്ഞിന്റെ ക്വാളിറ്റി. അപ്പോ ഒരു മനുഷ്യ ശരീരം വിധിച്ച അന്നങ്ങൾ മാത്രം കഴിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് രോഗങ്ങൾ മുഴുവൻ മാറിക്കഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രോഗങ്ങൾ മാറുന്നതായിട്ട് എൻ്റെ അനുഭവമാണ്. വ്രണങ്ങൾ പൊറുക്കുന്നത് എൻ്റെ അനുഭവമാണ്. വിധിച്ച അന്നം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണോ നമ്മൾ ഇത് ഉപവസിക്കുകയും വ്രതങ്ങൾ നോക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ വാനപ്രസ്ഥം ഗ്രൂപ്പില് വ്യക്തമായ നിർദ്ദേശം കൊടുക്കും. അതായത് ഒരു ജീവിക്ക് പ്രകൃതി വിധിച്ച ഒരു അന്നമുണ്ട്. ഇത് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നാം മാറേണ്ടതുണ്ട്. അതായത് നാം ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നങ്ങൾ, ഭക്ഷണം നമുക്ക് വിധിച്ചതാണ്. അരിയും ഗോതമ്പും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായി നമ്മൾ കഴിക്കുന്നത് അരിഭക്ഷണമാണ്. ഇത് നമുക്ക് വിധിച്ച ഭക്ഷണമാണോ? വിധിച്ചതല്ല. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പഠിപ്പിക്കുന്നതാണ്. അതായത് ഒരു ശാസ്ത്രം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിധിച്ച ഭക്ഷണം, ഓരോ ജീവിക്കും ഒരു ഭക്ഷണം പ്രകൃതി വിധിച്ചിട്ടുണ്ട്. പ്രകൃതിയാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്, മനുഷ്യനെയും സൃഷ്ടിച്ചത് ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചും കൊണ്ട് താൻ. ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചും പ്രകൃതി ഇച്ഛിച്ചതാകണമെങ്കിൽ, പ്രകൃതി വിധിച്ചതാകണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കാം? ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ വിധിച്ച ഭക്ഷണമാണ്.
പ്രകൃതി വിധിച്ച ഭക്ഷണം, ഈശ്വരൻ വിധിച്ച ഭക്ഷണം ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ വിധിച്ച ഭക്ഷണം ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീവിയുടെ ശരീരഘടന, ആ ജീവിയുടെ ദഹനേന്ദ്രിയം, ദഹനരസങ്ങൾ എല്ലാം അതിനെ ആശ്രയിച്ചിട്ടാണ്. അതായത് ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഒരു പെട്രോൾ ഒഴിച്ച് ഓടാനുള്ള ഒരു എഞ്ചിനാണ് തയ്യാറാക്കിയതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പെട്രോൾ ഒഴിച്ചല്ലേ ഓടണം. അതേമാതിരി തന്നെ കാറ് കമ്പനിയെ പോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്ന കമ്പനി നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒഴിച്ച് ഓടേണ്ട ഒരു അന്നങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആന പനമ്പട്ടയും തിന്നും, പുല്ലും തിന്നും, അതെല്ലാ കാര്യങ്ങളും തിന്നും. അതിന് ഒരു പോത്തിന്റെ തൊട ഇറച്ചി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ അത് തിന്നില്ല, ചട്ടം പോലും അത് തിന്നില്ല. കാരണം അതിന് വിധിച്ചതല്ല. തേൻകുരുവി തിന്നുന്നത് തേനാണ്. ആ തേൻ ഭൂവിനുള്ളിലെ തേനെടുക്കാൻ അനുയോജ്യമായ രീതിയിലാണ് തേൻകുരുവിയുടെ ശരീരഘടന. അതിന്റെ ചുണ്ട് നീണ്ട് വളച്ചു വെച്ചിരിക്കും, ആകാശത്ത് പറന്ന് നിൽക്കാം. എന്തിനാണ് പ്രകൃതി അങ്ങനെ ചുണ്ട് നീണ്ട് വളച്ചു വെച്ചിരിക്കുന്നത്? അത് പൂവിന് നോവാതെ പൂവിനുള്ള തേനെടുക്കാൻ അനുയോജ്യമായ ഒരു ശരീരഘടന അതിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ജീവിക്കുമുണ്ട്, ഓരോ ജീവിക്കും. ഈ വിധിച്ച അന്നത്തിലേക്ക് നാം തിരിച്ചു പോകേണ്ട, നമ്മൾ തിരിച്ചു പോവുകയല്ല, ശരിക്കും നമ്മൾ ഇന്നേ വരെ ലോകത്തൊരിടത്തും വിധിച്ച അന്നത്തിൽ മനുഷ്യൻ ജീവിക്കുന്നില്ല. മനുഷ്യൻ തീരുമാനിച്ചെടുത്ത അന്നത്തിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിധിച്ച അന്നം അല്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവൻ വിഷമായി. ഭക്ഷണം വിഷമായി, കുടിവെള്ളം വിഷമായി, വായു വിഷമായി, അഗ്നി, സൂര്യപ്രകാശം, അഗ്നി എന്ന് പറയുന്ന സൂര്യപ്രകാശം ഓസോൺ പാളിയിൽ ദോരമുണ്ടായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് നമ്മുടെ ത്വക്കിന് ക്യാൻസർ വരുന്ന രീതിയിലേക്ക് എത്തി. ശബ്ദങ്ങൾ ഇതെല്ലാം വിഷമയമാക്കി. ഇത് ആരാണ് ഇത് ചെയ്തത്? ഏതെങ്കിലും ഒരു വിഷജന്തു വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മൂർഖം പാമ്പ് വന്നിട്ട് നമ്മുടെ കുടിവെള്ളത്തിൽ വിഷം ചേർക്കുന്നുണ്ടോ? ഇത് ചെയ്തത് ആരാണ്? ഇത് ചെയ്ത മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിയല്ലേ? സ്വന്തം ഭക്ഷണത്തിൽ, സ്വന്തം മക്കൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ, വെള്ളത്തിൽ, വായുവിൽ വിഷം കലർത്തിയ ജീവിയാണ് നമ്മൾ. ആ നമ്മൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ബുദ്ധിയുള്ള ഒരു ജീവി ഇത് ചെയ്യുമോ? മനുഷ്യനും വഴിതെറ്റിപ്പോയിരിക്കുന്നു. അവന്റെ വിധിച്ച ഭക്ഷണം ഏത് എന്ന് കണ്ടെത്തി അത് കൃഷി ചെയ്ത് അതിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ആനന്ദലോകം സാധ്യമാക്കാൻ പറ്റുക. അപ്പൊ ഒരു ആനന്ദലോകം സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ തുടക്കം കൃഷിയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 2011 മുതൽ ജൈവ കൃഷി എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ജൈവ കൃഷി കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്. ആദ്യം അത് ആർക്കും വേണേലും വന്നിരുന്ന് പഠിക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ട, ഏജ് പ്രശ്നമല്ല. ഇങ്ങനെ ഒരു കോഴ്സ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 2011 മുതൽ നടന്നു വരുന്ന ഒരു കോഴ്സാണ് ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ്. അത് നല്ലതാണ് എന്ന് കണ്ടതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സും അനുവദിച്ചു. അതിന്റെ ഒരു ഹയർ സ്റ്റഡി, സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഓർഗാനിക് ഫാമിങ്ങിന്റെ തന്നെ ഒരു ഹയർ സ്റ്റഡി. അതിന്റെ ഗുണം കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോഴ്സും അനുവദിച്ചു. അതായത് ആനന്ദ ലോകം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു കോഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദം, ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അതും 20 ദിവസമേ ഉള്ളൂ. അത് ആർക്ക് വേണേലും പഠിക്കാം. ആർക്കാണോ അതിൽ ആഗ്രഹമുള്ളത് അവർക്ക് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇണക്കിയിരിക്കുന്നതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഡിവൈൻ മദർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടാൻ ഉള്ള ഒരു വഴിയാണ്. പല വഴികളുണ്ട്. അതില് ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാഠശാല എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് വേണ്ടിയിട്ട് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊരു ഹോം സ്റ്റഡി കോഴ്സാണ്.
എവിടെയാണ് ഒരു 10-40 പേര് ഒരുമിച്ച് കൂടാൻ തയ്യാറുള്ളത്? അവിടെ പോയി പഠിപ്പിക്കുന്ന ഓഫ്ലൈൻ കോഴ്സുകളാണത്. അവിടെ ഒരു 10-30-40 പേര് കൂടണം. ആഴ്ചയിൽ ഒരു ദിവസം അവിടെ എത്തി അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ ക്ലാസ്. ഇങ്ങനെ 20 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു ക്ലാസ് ആണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഹാപ്പിനെസ് കോഴ്സ് വന്നത്. ഇനി നമുക്ക് ഇതില് മദർ സ്ത്രീകൾ എന്ന് പറയുന്ന അവരുടെ ഒരു പങ്ക് എത്ര, എന്തുകൊണ്ട് സ്ത്രീക്ക് ഈ പ്രത്യേകത വന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല കുഞ്ഞുങ്ങളും, പിറക്കുന്ന സകല കുഞ്ഞുങ്ങളും ഡിവൈനാണ്. അല്ലെന്ന് ഈ ഭൂമികളിലുള്ള ഒരു മനുഷ്യനും നിഷേധിക്കാൻ പറ്റില്ല. അതായത് പിറക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ ഡിവൈനാണ്. അവര് ഡിവൈനായി പിറക്കാൻ ഒരു സ്ത്രീ ശരീരം ആണ് ഈശ്വരൻ തെരഞ്ഞെടുത്തത്. അതായത് പ്രകൃതി, അതായത് ദൈവികത ഭൂമിയിലേക്ക് അവതരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ശരീരം പുരുഷന്റേതല്ല, സ്ത്രീയുടേതാണ്. അപ്പൊ ഒരു സ്ത്രീ ശരീരത്തിലൂടെയാണ് ഈശ്വരൻ തുല്യരായ കുട്ടികൾ ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. അപ്പോ ആരുടെ കുഞ്ഞാണെന്ന് പ്രശ്നമല്ല. പണ്ഡിതന്റേതാകാം, പാമരന്റേതാകാം, ബ്രാഹ്മണന്റേതാകാം, സായിപ്പിന്റേതാകാം, ആദിവാസിയുടേതാകാം, ആരുടെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളെല്ലാം ഡിവൈനാണ്. ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന അമ്മയിലൂടെ ഈ പഞ്ചഭൂതങ്ങൾ 5ഉം ചാലിച്ച് ചേർത്ത പാല് ആണ് കൊടുക്കുക. അതുവരെ ഓക്കെയാണ്. പാലുകുടി വരെ ഓക്കെയാണ്. കുഞ്ഞ് ഡിവൈനാണ്. പാലുകുടി കഴിഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോൾ ഡിവൈനായി പിറന്ന കുഞ്ഞ് ഡിവൈൻ അല്ലാതാവുന്നു എങ്കിൽ എന്തോ ചില തെറ്റുകൾ നമുക്ക് പറ്റുന്നില്ലേ? അതിന്റെ കാരണമല്ലേ നമ്മൾ അന്വേഷിക്കണ്ടേ? അതായത് ഈശ്വരനായി അവതരിക്കുന്ന, ഈ ഭൂമിയിൽ അവതരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈശ്വരന്മാരല്ലാതായി മാറും. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ഇവിടെ ഭൂമിയിൽ ജനിച്ചത്? ജന്മമെടുത്തതല്ലേ? ജന്മമെടുത്തത് ഡിവൈൻ ആയിട്ടാണ്. ഇപ്പോൾ ഡിവൈൻ അല്ലാതാകുന്നു എങ്കിൽ എന്തായിരിക്കാൻ കാരണം? അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത്, നാം കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണവും വിദ്യാഭ്യാസവുമാണ് തെറ്റിപ്പോയത്. ഭക്ഷണവും ശരിയാക്കാമെങ്കിൽ, വിദ്യാഭ്യാസവും ശരിയാക്കാമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഡിവൈനായി തന്നെ വളർന്ന് വലുതാവും. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമല്ലേ ഒരു സ്ത്രീയുടെ ശരീരം, ആ ശരീരത്തിന്, ആ ഗർഭപാത്രത്തിലെ ജലം, ആ ജലത്തിന്റെ ക്വാളിറ്റി എന്തായിരിക്കണമെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. എല്ലാ ട്രേസ് എലമെന്റുകളും, സൂക്ഷ്മ മൂലകങ്ങളും ജലമെന്ന മാധ്യമത്തിലൂടെ കുട്ടിയിലേക്ക് എത്തപ്പെടേണ്ടതാണ്. അത് എത്തപ്പെടണ്ടേ? അത് എത്തപ്പെടാതെ വരുന്നു. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതില്ല. ഭക്ഷണത്തിൽ അതില്ല എന്ന് തന്നെയല്ല, വിഷമയവുമായിരിക്കുന്നു. ഇതിന്റെ അനന്തരഫലമായി നമുക്ക് വികലാംഗരായ കുട്ടികൾ വരുന്നു, ബുദ്ധിമാന്ദ്യം വന്ന കുട്ടികൾ വരുന്നു, ഓട്ടിസം ബാധിച്ച കുട്ടികൾ വരുന്നു. അതായത് നമ്മൾക്ക് കിട്ടേണ്ടതായ ഒരു പോഷണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല, ഒരു അമ്മയുടെ ശരീരത്തിന് കിട്ടുന്നില്ല. കിട്ടാതിരിക്കുമ്പോൾ ഡിഫക്റ്റീവായിട്ട് കുഞ്ഞുങ്ങൾ കഴിയില്ലേ? എന്നാൽ ഇത് ഡിവൈനായി പിറക്കേണ്ട കുഞ്ഞല്ലേ? പിറക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഡിവൈനാണ്. നമുക്കൊരു മന്ദബുദ്ധി അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടി അല്ലെങ്കിൽ വികലാംഗരായ ഒരു കുട്ടി ജനിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈശ്വരൻ്റെതല്ല, നമ്മുടേതാണ്. നമുക്ക് തെറ്റിപ്പോയിരിക്കുന്നു. നമ്മൾ പ്രഗ്ലാനാരംഭം മുതൽ, അതായത് ഗർഭാരംഭം മുതൽ നമ്മൾ കഴിച്ചതും കുടിച്ചതുമായ ഭക്ഷണം വിധിച്ചതല്ല, വിഷമുള്ളതായി പോയി എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പോ ഡിവൈനായി പിറക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം, ഈ ഭൂമിയിലെ സകല കുഞ്ഞുങ്ങളും ഇങ്ങനെ ആയിരിക്കെ, ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമല്ലേ കഴിയൂ? ഒരു ഡിവൈൻ ശരീരത്തിലൂടെയാണ്, അതായത് ദൈവം, ഈശ്വരൻ തെരഞ്ഞെടുത്ത ഒരു ശരീരത്തിലൂടെയാണ് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ഡിവൈൻ അല്ലേ? ഡിവൈൻ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ ശരീരം തന്നെ.
സ്ത്രീകളുടെ ശരീരം ഡിവൈൻ ആണ്. പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിവൈൻ ശരീരമാണ്. സ്ത്രീകളുടെ ശരീരം ഡിവൈൻ ആണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം ഈ ഭൂമിയിലെ ഒരു സ്ത്രീയും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വീട്ടിലും സമൂഹവും ഈ പദവി, അതായത് ഈ ഡിവൈൻ പദവി ഇവർക്ക് നൽകുന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഇത് കറക്റ്റ് ചെയ്താൽ ഒരു ആനന്ദ ലോകം വരില്ലേ? ഇത് മാത്രം കറക്റ്റ് ചെയ്താൽ ഒരു ആനന്ദ ലോകത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ഇതാണ് മെയിൻ ആശയം ഇതാണ്. ഈ ഭൂമിയിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഡിവൈൻ ആണ്. ആ ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ഡിവൈൻ ആണ്. പുരുഷന്മാർക്ക് തുല്യമാകാനല്ല, സ്ത്രീ ശാക്തീകരണമല്ല നമുക്ക് വേണ്ടത്. സ്ത്രീ ആരാണെന്ന് സ്ത്രീ തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്ത്രീ ഡിവൈൻ ആണ്. നമ്മുടെ ദേവതാ ആരാധനകൾ മുഴുവൻ അതല്ലേ. ഇപ്പൊ നമ്മളുടെ അമൃതാനന്ദമയി ദേവി തന്നെ സ്ത്രീയല്ലേ? എത്ര ലക്ഷം മനുഷ്യരാണ് ആരാധിക്കുന്നത്, എത്ര ലക്ഷം ആരാധിക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് ഒരു ഡിവൈനായി പിറന്ന കുഞ്ഞാണത്. ആ കുഞ്ഞ് വലുതായപ്പോഴും ഡിവൈനായി നിൽക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡിവൈനാണ്, എല്ലാവരും ഡിവൈനാണ്. പക്ഷേ നമുക്ക് എന്തൊക്കെയോ തെറ്റുപറ്റിപ്പോയിരിക്കുന്നു. അതില് നമുക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭം ധരിക്കുന്നത് മുതൽ വിധിച്ച അന്നം നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ ഒരു അമ്മയ്ക്ക് വിധിച്ച അന്നം ഗർഭപാത്രത്തിൽ ഒരു ഏകകോശ ജീവി ജന്മമെടുക്കുമ്പോൾ മുതൽ, അതിനു മുമ്പും ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും പ്രഗ്നന്റ് ആകുന്ന ആ നിമിഷം മുതൽ വിധിച്ച അന്നം മാത്രം കഴിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെ ഇത് സാധ്യമാക്കാം? ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇത് സാധ്യമാക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഞാൻ ഒരുപാട് സ്ത്രീ കൂട്ടായ്മകളിലും എൻ്റെ വാനപ്രസ്ഥം കോഴ്സിൽ വന്ന് പഠിക്കുന്ന സകല സ്ത്രീകൾക്കും ഇത് പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അപ്പോ ഇത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനും അപ്പുറത്ത്, അതായത് കുഞ്ഞിന് ജന്മം നൽകുക, പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു പൊക്കിൾക്കൊടി ബന്ധം വേർപെടല. അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം വേർപെടുമ്പോൾ കുഞ്ഞ് ഡിവൈനായി ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സ് അത് ഒരു ദൈവിക മനസ്സാണ്. അതിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ബുദ്ധി, എല്ലാവർക്കും ഉണ്ട്. ഇത് അമ്മയിൽ നിന്നും കൈമാറി വന്നതാണ്. അമ്മയുടെ അമ്മയിൽ നിന്നും കൈമാറി വന്നതാണ്. അവരുടെ അമ്മയിൽ നിന്നും പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ ചങ്ങല കണ്ണി പോലെ കൈമാറി വന്ന ഒരു ഈശ്വരാംശം എല്ലാവരുടെ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ആ ഈശ്വരാംശത്തെയാണ് നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുക. ആ ബുദ്ധിക്ക് എല്ലാം അറിയാം. ഈശ്വരനല്ലേ അത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരാംശം അതാണ്. അതിന് എല്ലാം അറിയാം. അതിനുശേഷം പാല് കൊടി തീർന്നു കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ബ്രഹ്മമല്ലാതായി പോയി, ഈശ്വരനല്ലാതായി പോയി എന്ന് പറഞ്ഞാൽ വിധിച്ചതല്ലാതായി പോയി. ഇവിടെയാണ് തെറ്റുപറ്റിയെ. അപ്പോൾ നമുക്കുണ്ടായ മനസ്സ് മാനുഷിക മനസ്സാണ്. ഈ മാനുഷിക മനസ്സിനാണ് തെറ്റുപറ്റുന്നത്. ഈ തെറ്റുപറ്റാതിരിക്കാനായിട്ട് എന്താ വഴി എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തെറ്റുപറ്റാതിരിക്കുന്നത്? അതിനുള്ള വഴികളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് വിധിച്ച അന്നങ്ങൾ കൊടുത്തു തുടങ്ങുക. എന്ത് വില കൊടുത്തും വിധിച്ച അന്നങ്ങൾ പ്രഗ്നൻസി പീരീഡ് മുതൽ 11 വയസ്സ് വരെ, 11 വയസ്സിന് കുട്ടിക്ക് 11 വയസ്സാകുന്നത് വരെ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. എന്തുകൊണ്ടാണ് ഈ 11 വയസ്സ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, പൊക്കിൾക്കൊടി ബന്ധം വേറിടുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജനനം, അവിടെ നിന്നും 10 മാസം കഴിയുമ്പോൾ മറ്റൊരു ജനനം, പൊക്കിൾക്കൊടി ബന്ധം വേർപെടില്ല. എന്നാൽ 11ാമത്തെ വർഷം, കുട്ടിക്ക് 11 വയസ്സാകുമ്പോൾ മറ്റൊരു പൊക്കിൾക്കൊടി ബന്ധം വേർപെടലുണ്ട്. അതായത് 11 വയസ്സ് വരെ അമ്മയുടെയും കുഞ്ഞിന്റെയും മനസ്സൊന്നു തന്നെയാണ്, ഒരുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്നു.
അമ്മ ചിന്തിക്കുന്നത് എന്തും കുഞ്ഞിന് മനസ്സിലാകും, കുഞ്ഞ് ചിന്തിക്കുന്നത് അമ്മയ്ക്കും മനസ്സിലാകും. നേർ ബന്ധപ്പെട്ട് നിൽക്കുന്നു. 11ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ ഈ പൊക്കിൾക്കൊടി ബന്ധവും വേർപെടും. ഇത് മനസ്സിന്റെ പൊക്കിൾക്കൊടി ബന്ധമാണ്, അത് കാണാച്ചരടാണ്. അത് 11 വയസ്സാകുമ്പോൾ ബന്ധം വേർപെടും. അന്ന് മുതൽ കുട്ടികൾ സ്വതന്ത്രരാണ്. ഈ 11ാമത്തെ വയസ്സ് അതിപ്രധാനമാണ്, അതിപ്രധാനം. കാരണം 15ാമത്തെ വയസ്സിൽ പെൺകുട്ടികൾ മെൻസസ് ആകും. പുതിയ ജനനം ശരീരത്തിനുള്ളിൽ തന്നെ നടക്കലാണത്. ആൺകുട്ടികൾ ശബ്ദം മാറും, രോമം കിളുക്കും. ഇത് 11ാമത്തെ വയസ്സിൽ സംഭവിക്കുന്ന ഒരു ജനനമാണ്, ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ജനനം. അമ്മയുടെ ആയിട്ടുള്ള മാനസികമായ ബന്ധം വേർപെടും, കുട്ടികൾ സ്വതന്ത്രരാകും. ഇതിനുശേഷം കുട്ടികൾ അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടം നോക്കിയാണ് അവർ മുന്നോട്ട് പോകും. ഇതിനു മുമ്പ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ഒരു പ്രധാന കർമ്മം ചെയ്യാൻ കഴിയും. അതായത് കുട്ടിയുടെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യണം. ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും അതിനകത്ത് പങ്കില്ല. അത് പ്രകൃതിയാണ് അത് ചെയ്യുക. അതിനു മുമ്പ് ആ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരുമാണ്. സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ കുട്ടികൾക്ക്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് ഒരു കുഴപ്പമുണ്ട്. സ്വാതന്ത്ര്യം സൃഷ്ടിപരമാണ്, ക്രിയാത്മകമാണ്, എല്ലാ ഗുണങ്ങളുമുണ്ട് സ്വാതന്ത്ര്യത്തിന്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് ഒരു കുഴപ്പം കൂടിയുണ്ട്, തന്നിഷ്ടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അത് അവിടെയാണ് നമ്മുടെ കുട്ടികൾ പാളിപ്പോണേ. ഈ തന്നിഷ്ടത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആജ്ഞാകേന്ദ്രം, ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. ഇത് ഒരമ്മ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അതായത് അമ്മയ്ക്ക് ധ്യാനം വേണം. അമ്മ ധ്യാനം ചെയ്യുകയും അന്നം കറക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കുഞ്ഞിനെ, പ്രസവിക്കുന്ന ആരായിത്തീരണമെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാൻ പറ്റും. ആജ്ഞാകേന്ദ്രം എന്ന് പറയുന്നത്, ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടുതൊടുന്ന ഇടമാണ്. ഭാരതത്തിൽ എന്തിന് സ്ത്രീ പൊട്ടുതൊട്ടു? പൊട്ടുതൊടുന്നത് എന്തിനാണെന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറി. ഭാരതത്തിലെ സ്ത്രീകളുടെ ആജ്ഞാകേന്ദ്രം, ബുദ്ധി കേന്ദ്രം, അതായത് അവരുടെ ആത്മീയ കേന്ദ്രം, ഈശ്വരനിരുന്ന് ഇരിക്കുന്ന ഇടത്തെ സർവാത്മന സഹകരിച്ച് മുന്നോട്ട് പോവുക, എപ്പോഴും ഓർമ്മപ്പെടുത്താൻ ഒരു അടയാളമിടലാണ് പൊട്ടുകുത്തൽ. കണ്ണാടിയിൽ നോക്കി ഒരു സ്ത്രീ പൊട്ടുകുത്തുമ്പോൾ ആ സ്ത്രീയുടെ ഈശ്വരാംശത്തെ തൊട്ടുണർത്തുകയാണ് ചെയ്യുക. അതെപ്പോഴും ആ ഒരു ചിന്ത അവിടെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ലോകത്ത്, അതായത് സ്ത്രീകളുടെ ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ലോകത്ത് ഭാരതം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് പൊട്ടുതൊടിയിലൂടെയാണ്. ആ പൊട്ടുതൊടുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. ആ ആജ്ഞാകേന്ദ്രത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ അമ്മയ്ക്ക് ജ്ഞാനത്തിലൂടെ സാധ്യമാണ്. അതായത് പൊട്ടുതൊടുന്ന ഇടം ഈശ്വരൻ ഇരിക്കുന്ന ഒരു ഇടമായതുകൊണ്ട്, നമ്മളുടെ ഗ്രാവിറ്റേഷണൽ സെന്റർ ആയതുകൊണ്ട് അതിനെ സന്നിധാനം എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഞാൻ പഠിപ്പിക്കുന്നത് സന്നിധാനം എന്നാണ്. ആ സന്നിധാനത്തിൽ കണ്ണടച്ചിരുന്ന ഒരു അമ്മ ശ്രദ്ധിച്ചാൽ കുട്ടിയുടെ മാനുഷിക മനസ്സും ദൈവിക മനസ്സും തമ്മിൽ ചേർന്ന് നിൽക്കും. അങ്ങനെ ചേർന്ന് നിർത്താൻ കഴിഞ്ഞാൽ ഈ കുട്ടി ഈ ലോകത്ത് നമ്പർ 1 ആയിരിക്കും. നമ്പർ 1 ആയിട്ട് മുന്നോട്ട് പോകും. എല്ലാ കാര്യത്തിലും എല്ലാ വിജ്ഞാനങ്ങളും നേടിയെടുത്തിരിക്കും. നമ്മുടെ മനസ്സിനാണോ ഒന്നും അറിയാൻ പാടില്ലാത്തത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബുദ്ധിക്ക് എല്ലാം അറിയാം. നമ്മൾ പുറത്തു പോയി ഒന്നും അന്വേഷിക്കേണ്ട. ഈ പ്രാപഞ്ചിക അറിവുകൾ മുഴുവൻ നമ്മുടെ ബുദ്ധിയിൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം. അത് കുഞ്ഞിൻ്റെത് ഇറക്കിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അമ്മ 11 വർഷം ഈ ധ്യാനം പരിശീലിച്ചാൽ മതി. ഈ ധ്യാനത്തെയാണ് സന്നിധാന ധ്യാനം എന്ന് പറഞ്ഞ് നമ്മളിപ്പോ കൊണ്ട് കുട്ടികളെ കൊണ്ട് സ്ത്രീകളെ കൊണ്ടൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ട്. കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. സന്നിധാന ധ്യാനം ചെയ്യണം, സന്നിധാന ധ്യാനം ചെയ്യണം. ആവുന്നത്ര വിധിച്ച ഭക്ഷണത്തിലേക്ക് നമുക്ക് പോകണം. ഇതാണ് നമ്മളുടെ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഭാരതം
ലോകത്തെ നയിക്കും. ഭാരതം ലോകഗുരു ആകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അത് സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ആജ്ഞാകേന്ദ്രം ഇനി ജനിക്കുന്ന കുട്ടികളുടെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കാൻ അമ്മയിലൂടെ സാധിക്കണം. ഈ സന്ദേശം, ഈ അറിവ് സകല സ്ത്രീകളിലും എത്തിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം സ്ത്രീ അറിയണം സ്ത്രീ ആരാണെന്ന്, ഡിവൈൻ ആണെന്ന് സ്ത്രീ അറിയുകയും ആ സ്ത്രീ കൂടുതൽ അനന്തര തലമുറയെ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയണം. അന്നം കറക്റ്റ് ചെയ്യണം, ആ ധ്യാന വഴികൾ നോക്കണം. കാരണം അത് ബന്ധപ്പെടണം. അന്നങ്ങൾ 5 ഏതാണെന്ന് അറിയണം. അതായത് കാഴ്ച ഒരു അന്നമാണ്, അഗ്നി ഒരു അന്നമാണ്, അഗ്നിയും കാഴ്ചയും ഒരേ അഗ്നി എന്ന് പറയുന്ന അന്നമാണ്. വായു ഒരു അന്നമാണ്, ശബ്ദം ഒരു അന്നമാണ്, വെള്ളം ഒരു അന്നമാണ്, ഭക്ഷണവും ഒരു അന്നമാണ്. ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലെ 5 അന്നങ്ങൾ ഉണ്ട്. ഇത് നമുക്ക് പവിത്രമാക്കേണ്ടതുണ്ട്. ഭാരതത്തിന് മാത്രമേ ഇത് കഴിയൂ, വേറെ ഒരു രാജ്യത്തിനും ഇത് കഴിയില്ല. കാരണം ലോകത്തിന് പഞ്ചഭൂത സിദ്ധാന്തം സമ്മാനിച്ച രാജ്യമാണ് ഭാരതം. അതിന്റെ മൂല്യം അറിയാം. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. അന്നം ബ്രഹ്മമാകുന്നു എന്നറിയാവുന്ന ആളാണ്. എന്റെ കൊച്ചുനാളില് ഒരു വറ്റ് ചോറ് താഴെ പോയിട്ടുണ്ടെങ്കിൽ ആ വലിയ അമ്മൂമ്മയുടെ അടി കിട്ടും. വിളമ്പി വെച്ചിരിക്കുന്ന പാത്രം കവച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. കാരണം അന്നത്തെ നിന്ദിക്കരുത്, അത് ബ്രഹ്മമാകുന്നു, ഈശ്വരനാകുന്നു എന്ന് അന്ന് മുതൽ പറഞ്ഞു പഠിപ്പിച്ചു. അതറിയാവുന്ന നാടല്ലേ ഭാരതം. അന്നം ഈശ്വരനാണെന്നറിയാം. അതിനെ നിന്ദിക്കരുത്, നിഷേധിക്കരുത്, വാരി തൂവരുത്, അനാവശ്യമായി വാരിക്കളയരുത്, തൂവിക്കളയരുത്. ഇതെല്ലാം അറിയാവുന്ന നാടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും അവരെ ഒരു ആനന്ദ ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി നമ്മൾ തുടങ്ങിയേ പറ്റൂ. ഒരുപാട് ആൾക്കാര്, ഒരുപാട് ആത്മീയ കേന്ദ്രങ്ങൾ ഇതിന് പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് പരാജയപ്പെടാൻ ഉണ്ടായ കാരണം കൂടി നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അവര് ഒരു ശാസ്ത്രം കയ്യിലെടുത്തില്ല എന്നുള്ളതാണ് ഒന്ന്. ആധുനികമായ പുതിയ യുഗത്തിന്, പുതിയ കാലത്തിന് യോജിച്ച ഒരു ശാസ്ത്രം കയ്യിലെടുത്തില്ല. ഒരു വ്യക്തമായ ടൂള്, ഒരു ഉപകരണം എടുത്തില്ല. ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കയ്യിലെടുത്തിരിക്കുന്ന ശാസ്ത്രം ഇക്കോളജി എന്ന് പറയുന്ന പ്രകൃതി ശാസ്ത്രമാണ്. അതോടൊപ്പം തന്നെ ഇക്കോളജി എന്ന ശാസ്ത്രം പാലിച്ചുകൊണ്ടുള്ള കൃഷി ഒരു ടൂളായി ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷിയെ നാളിതുവരെ ടൂളായി ഉപയോഗിച്ചില്ല. അതായത് നമ്മൾ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ സാത്വിക ആഹാരം വരെ എത്തിയിട്ടുള്ളൂ. അത് വേവിച്ചതാണ്, വേവിച്ചതല്ല. വിധിച്ച ആഹാരത്തിലേക്ക് എന്നുള്ളത് തിരിച്ചു പോയിട്ടുണ്ട്. വിധിച്ച ആഹാരം, അതായത് വിധിച്ച ആഹാരം വെറുതെ കിട്ടാനില്ല. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് നിശ്ചിത റേഷ്യോയിൽ ഒരു മരത്തിൽ നിന്നും കിട്ടണം, ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടണം. ഇത് ലഭ്യമാക്കാനുള്ള കൃഷി അറിവുകളാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പുതുയുഗ കൃഷിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി. ഇത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ വന്ന് കണ്ടിട്ടുണ്ട്. അമ്മയുടെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഓർഗാനിക് യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്നുള്ളൊരു നിർദ്ദേശം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇന്നേ വരെ സാധ്യപ്പെട്ടില്ല. നമ്മളുടെ ഈ കൂട്ടായ്മ, ഈ നവമി കൂട്ടായ്മ അമ്മയിലൂടെ തന്നെ, അമൃതാനന്ദമായി ദേവിയിലൂടെ തന്നെ ഒരു ഓർഗാനിക് യൂണിവേഴ്സിറ്റിയും ഒരു ഹാപ്പിനെസ് യൂണിവേഴ്സിറ്റിയും തുടങ്ങാനുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും കൂടി ചെയ്താൽ നന്നായിരിക്കും. ഈസി ആയിട്ട് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അമൃതാനന്ദമയ മഠത്തിന് എവിടെ വേണമെങ്കിലും ഒരു കോഴ്സ് തുടങ്ങാം, എപ്പോ വേണമെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാം. അതായത് ഒരു ഹാപ്പിനെസ് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് വേണം. അതില് ഒരു ഓർഗാനിക് ഫാമിംഗ്, ഓർഗാനിക് യൂണിവേഴ്സിറ്റി അതിന്റെ കീഴിൽ വരണം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസം ഉള്ള സകല മനുഷ്യരെയും ഈ വഴിക്ക് പതുക്കെ നമുക്ക് നയിച്ചുകൊണ്ടുവരിക. ഞങ്ങളൊക്കെ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്.
എനിക്ക് എടുക്കാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്നിലൂടെ വന്നിറങ്ങിയിട്ടുള്ള കുട്ടികൾ വെറും 2500 അമ്മയിലൂടെ ആണെങ്കിലോ ലക്ഷക്കണക്കിന് കുട്ടികൾ ലോകം മുഴുവൻ. മനുഷ്യരെ ഈ വഴിക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല. ശരി, ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ മനസ്സ് ഉണ്ടാകാൻ, ആ മഠം അതിനുവേണ്ടി തയ്യാറാകാൻ, ഈ നവമി വ്രതം ആചരിക്കുന്ന സകല സ്ത്രീകൾ പ്രാർത്ഥിക്കണം. ഇതിന് ഒരു സന്ദേശം അവിടെ എത്തണം, അമ്മയുടെ കാതുകളിൽ എത്തണം. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ വന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ട്. എട്ടിമടയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നടക്കുന്ന യൂണിവേഴ്സിറ്റി കെമിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതല്ല നമുക്ക് വേണ്ടത്, ഓർഗാനിക് യൂണിവേഴ്സിറ്റി തന്നെ വേണം. കാരണം പഠനവും ഗവേഷണവും നടക്കേണ്ടതാണ് ഈ മേഖലയിലെല്ലാം. ആ ഹാപ്പിനെസ് യൂണിവേഴ്സിറ്റി അത് എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ ആളില്ല ഈ ഭൂമിയില്. എല്ലാ മനുഷ്യരുടെയും അഭിലാഷം അതല്ലേ? നമ്മുടെ അഭിലാഷം അതല്ലേ? നമ്മുടെ മക്കൾ ആനന്ദത്തോടെ ജീവിക്കണമെന്നല്ലേ നമ്മുടെ അഭിലാഷം? നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും അഭിലാഷം എന്താണ്? മക്കളെല്ലാവരും അഭിലാഷത്തോടെ ജീവിക്കണമെന്നല്ലേ? ഒരു മൃഗത്തിന്റെ അഭിലാഷം എന്താണ്? ഒരു പട്ടിക്ക് അതിന്റെ കുഞ്ഞുങ്ങൾ ആനന്ദത്തോടെ ജീവിക്കണമെന്നല്ലേ? ഇതിനൊരു വിദ്യാലയം വേണ്ടി തെറ്റായ വഴിയിലൂടെ ആനന്ദം ആർജിക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നതല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ? നേരായ വഴിക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ ഒരു പാഠ്യപദ്ധതിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് കൂടിയേ കഴിയൂ. അതിനായി എല്ലാവരും ഒത്തുചേർന്ന് അതിനായി ശ്രമിക്കണം. അതിനുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം. തുടക്കത്തിൽ സന്നിധാന ധ്യാനം എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ്. കണ്ണാടി നോക്കി പൊട്ടുകുത്തി കണ്ണടച്ചിരുന്ന് ആ പൊട്ടിനെ മാത്രം ശ്രദ്ധിക്കുക. വേറെ ഒന്നുമില്ല, വേറെ പദ്ധതി ഒന്നുമില്ല. ഇത് ബലം പ്രയോഗിച്ച് മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരണ്ട, മനസ്സില്ലാണ്ടാക്കണ്ട, ചിന്തകൾ ഇല്ലാതാക്കണ്ട, ഒന്നും വേണ്ട. കണ്ണടച്ചിരുന്ന് പൊട്ടുകുത്തിയിട്ട് പൊട്ടുകുത്തുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കുക. രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതം ഒന്ന് ചെയ്തു നോക്ക്. അതായത് നമ്മൾ ഈശ്വരനോട് അടുത്തിരിക്കലാണത്. ഈശ്വരനോട് അടുത്തിരിക്കുന്ന ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ബുദ്ധിയിലുള്ള സന്ദേശങ്ങൾ ഈശ്വരൻ നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരും. നമുക്ക് ആശങ്കകൾ ഉണ്ടാകുമ്പോൾ, തീരുമാനമെടുക്കാൻ പറ്റാതെ വരുമ്പോൾ മാറി കണ്ണടച്ചിരുന്ന് സന്നിധാനത്തിൽ ശ്രദ്ധിക്കുക. തീരുമാനം കറക്റ്റായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത്, തീരുമാനങ്ങൾ തെറ്റിപ്പോവില്ല. അതായത് നമ്മൾ കൂടി ആലോചിക്കേണ്ടത് നമ്മളോട് മാത്രം, മറ്റുള്ളവരോടല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനോട്, ആ ഈശ്വരാംശത്തിനോട് നമ്മൾ സംവദിക്കുക, സഹകരിക്കുക, ചേർന്നിരിക്കുക. ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെ, അനുഭവിക്കാതെ പുറത്തുള്ള ഒരു ഈശ്വരനെ നമുക്ക് അറിയാനോ അനുഭവിക്കാനോ സാധ്യമല്ല. അപ്പൊ അതിനാണ് സന്നിധാന ധ്യാനം. ആ സന്നിധാനം ഈശ്വരനെ അനുഭവിക്കലാണ്. ഈശ്വരന്റെ അറിവുകൾ, ഈ പ്രാപഞ്ചിക അറിവുകൾ നമ്മളിലേക്ക് പകർന്നു കിട്ടാനുള്ള ഒരു ധ്യാനം. ഏകാദശി ദിവസം അല്ലെങ്കിൽ നവമി ദിവസം വ്രതമെടുക്കുന്ന ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കലല്ല, വെള്ളം കുടിക്കാതിരിക്കലല്ല. അതായത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കുക എന്നുള്ള ഒരു തെറ്റായ ധാരണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ഭക്ഷണം കഴിക്കണം, വിധിച്ച ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിക്കുക അല്ലെങ്കിൽ വ്രതം നോക്കുക. അതിന്റെ ഗുണം കിട്ടും. കാരണം വിധിച്ച അന്നത്തിലേക്ക് നമ്മൾ ഒരു ദിവസമെങ്കിലും പോയാൽ അതെന്താണെന്ന് മനസ്സിലാവും, അത് അനുഭവിക്കാൻ പറ്റും. ഞാന് രോഗമായിട്ട് രോഗങ്ങളുമായിട്ട് വരുന്നവർക്ക് ഒരു 20-25 ദിവസമൊക്കെ തുടർച്ചയായിട്ട് വേവിക്കാത്ത ഭക്ഷണം കൊടുത്തിട്ട് അത്ഭുതകരമായ റിസൾട്ട്, മാറാവ്രണങ്ങൾ പുറത്തിട്ടുണ്ട്, രോഗങ്ങൾ മാറുന്നുണ്ട്. ഇത് ആർക്ക് വേണേലും പരിശോധിക്കാവുന്ന കാര്യമല്ലേ? ഈ വിഷയത്തിൽ നമുക്ക് ഗവേഷണം നടക്കണ്ടേ? അതിന് ഒരു ഹാപ്പിനെസ് യൂണിവേഴ്സിറ്റി വേണം. ഇത് സാധ്യമാണോ? ഇതെങ്ങനെ സാധ്യമാക്കാം? ഇത് ഇങ്ങനെ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ച് ഇരുന്നാൽ നമ്മുടെ രോഗങ്ങൾ മാറുമോ? ശാരീരിക രോഗങ്ങൾ മാറുമോ? മാനസികമായ രോഗങ്ങൾ മാറുമോ? ഇല്ലെന്ന് പരിശോധിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഇക്കോളജിയാണ്. ഇക്കോളജിക്ക് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആത്മീയതയും കൂടിയുണ്ട്. വേറെ ഒരു ശാസ്ത്രത്തിനും ആത്മീയതയില്ല. പക്ഷേ ഇക്കോളജിക്ക് ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ള
ഒരു ആത്മീയതയുമുണ്ട്. ഇക്കോളജി എന്ന ശാസ്ത്രം അതിന്റെ കൂട്ടുപിടിച്ച് നമുക്ക് ഒരു ഹാപ്പിനെസ് യൂണിവേഴ്സിറ്റി ആദ്യം നമ്മുടെ കേരളത്തിൽ, അവിടെ കായംകുളത്ത് തന്നെ അമൃതാനന്ദമയ മഠത്തിൽ തന്നെ തുടങ്ങണം. ലോകം മുഴുവൻ ഇത് തുടങ്ങണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഈശ്വര കർമ്മം അതാണ്. അതിന് എല്ലാവരുടെയും ശ്രദ്ധ. മനുഷ്യൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് നന്നാവണം. അന്നമാണ് മനസ്സ് എന്ന് അറിയാവുന്ന ആൾക്കാരാണ് ഭാരതത്തിലുള്ള ജനങ്ങൾ. അന്നമയ കോശമാണ് മനോമയ കോശം. അന്നം നന്നായാൽ മനസ്സ് തന്നെ നന്നാകും. ആ നല്ല മനസ്സിൽ, ശരിയായ വിജ്ഞാനമുണ്ടാകും. ശരിയായ വിജ്ഞാനത്തിന് തേജസ് ഉണ്ടാകും. തേജസ്സിൽ നിന്നും ആനന്ദത്തിലേക്ക് പോകാം. ഇപ്പൊ മനുഷ്യൻ നന്നാവണമെന്നുണ്ടെങ്കിൽ മനസ്സ് നന്നാവണമെന്നറിയാം. മനസ്സ് നന്നാവണമെന്നുണ്ടെങ്കിൽ അന്നം നന്നാവണമെന്ന് നമുക്കറിയാം. അന്നം നന്നാവണമെന്നുണ്ടെങ്കിൽ അറിവും കൃഷിയും നന്നാവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ നന്നാവും. അതല്ല, നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും കൊള്ളുന്നതും കേൾക്കുന്നതും 5 അന്നങ്ങളും വിഷമയമായാൽ അവിടെ വിഷ മനസ്സാണ് രൂപം കൊള്ളുക. വിഷമനസ്സിൽ വിഷചിന്തകൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ഇത് മാത്രമാണ് നാം കേൾക്കുന്ന ദുരന്തങ്ങൾ മുഴുവൻ. ഇന്ന് പത്രമാധ്യമങ്ങളിലും മറ്റുള്ള മീഡിയകളിലൂടെയും നമ്മളിലേക്ക് എത്തുന്ന ദുഃഖകരമായ വാർത്തകൾ. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. കാണുന്നത്, അതായത് കംപ്ലീറ്റ് ഈ നടക്കുന്ന തെറ്റുകൾക്ക് മുഴുവൻ കാരണം മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സ് തെറ്റിപ്പോകാൻ കാരണം അവൻ കഴിക്കുന്ന അന്നമാണ്. അതില് സാത്വിക ആഹാരം എന്ന രീതിയിൽ നിൽക്കരുത്. ഇനി കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി വിധിച്ച അന്നം ഏത് എന്ന് മനസ്സിലാക്കി അത് കൃഷിയിലൂടെ അത് പഠിപ്പിക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയും ആനന്ദത്തിലേക്ക് എത്തിക്കാൻ എല്ലാ വഴികളും ചെയ്യണം. അല്ലെങ്കിൽ ചതിയും വഞ്ചനയും എല്ലാം പെരുകിക്കൊണ്ടേയിരിക്കും. ഇവരെ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകും. നമ്മുടെ കൈവിട്ടു പോകും. നമ്മുടെ കുട്ടികൾ കൈവിട്ടു ഇപ്പൊ തന്നെ കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ അതിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നടപടിയെടുത്തേ പറ്റൂ. മാസത്തിൽ 2 ഏകാദശിയുണ്ട്. അന്നെങ്കിലും നമുക്ക് വിധിച്ച അന്നം കഴിക്കാമല്ലോ. പതിയെ എണ്ണം കൂട്ടാം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം, പിന്നെ എല്ലാ ദിവസവും ഒരു നേരം വിധിച്ച അന്നം. ഇങ്ങനത്തെ പടിപടിയായി പതുക്കെ അതിനനുസരിച്ച് അത് ഉത്പാദിപ്പിച്ച മാർക്കറ്റിൽ എത്താനുള്ള നടപടികളും വേണം. ഇതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്നേഹ സംഘങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് 11 പേരടങ്ങുന്ന സംഘമാകാം, 22 പേരടങ്ങുന്ന സംഘമാകാം, 33 പേരടങ്ങുന്ന സംഘമാകാം. ഏതെങ്കിലും ഒരു 11 പേര് കൂടിയിരുന്ന് ഒരു സംഘം, സ്നേഹ സംഘം എന്ന പേരിൽ ഒരു സംഘം തുടങ്ങും. കടുത്തുരുത്തിയിൽ ഞങ്ങൾ വാനപ്രസ്ഥത്തിൽ പഠിക്കാൻ എത്തിയ 11 സ്ത്രീകൾ ചേർന്നിട്ട് ഒരു സ്നേഹ സംഘം കടുത്തുരുത്തി എന്ന പേരിൽ തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം ഇതാണ്: അവരുടെ ചുറ്റുവട്ടത്തുള്ള സകല സ്ത്രീകളിലും ഈ സന്ദേശം എത്തിക്കുക. രോഗം മാറാനും, അതായത് ഒരു സമൂഹത്തെ നല്ല സമൂഹമാക്കി വളർത്തി വലുതാക്കി എടുക്കാനുമായിട്ട് ചെയ്യുക. അവരെ വിധിച്ച അന്നം എന്താണെന്നും ഒരമ്മ കഴിക്കേണ്ടത് എന്താണെന്നും അമ്മ കാണണ്ടാത്തത് ഏതാണെന്നും പ്രഗ്നൻസി പീരീഡിൽ 5ാമത്തെ മാസം മുതൽ ഈ കുഞ്ഞിന് കാത് കേൾക്കാമെന്നും അന്ന് മുതൽ കുഞ്ഞിന് ചൊല്ലിക്കൊടുക്കേണ്ടത് എന്താണെന്നും കാട്ടിക്കൊടുക്കേണ്ടത് എന്താണെന്നും അനാവശ്യ കാഴ്ചകൾ പ്രഗ്നന്റ് ആയ ഒരു അമ്മ കാണരുത്, കാരണം ആ കാഴ്ച അന്നമാണ്. അനാവശ്യങ്ങൾ കേൾക്കരുത്, കാരണം കേൾവി ഒരു അന്നമാണ്. എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് സംഘങ്ങൾ രൂപീകരിക്കുക. ഈ സംഘം ചാരിറ്റബിൾ ആക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്യണം.
മാസം തോറും കോൺട്രിബ്യൂട്ട് സംഘത്തിന് എടുക്കണം. ആ രൂപ ആ സ്വരൂപിക്കുന്ന രൂപ കൊടുക്കാൻ കഴിയണം. ഇതിലൂടെ കുടുംബശ്രീ അല്ല ഇത്. നമ്മൾ നല്ലൊരു ശതമാനം സ്ത്രീകളും കടക്കണിയിൽ വീണ് കഴിഞ്ഞു. ചെയ്യാനാവും. ഒരു പ്രസിഡന്റ് ഉണ്ടാവണം, സെക്രട്ടറി ഉണ്ടാവണം, അതിനൊരു ബൈല ഉണ്ടാവണം. ഇതെല്ലാം ബൈല എല്ലാം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ താല്പര്യമുണ്ടെങ്കിൽ ആർക്ക് അത് വേണ്ട രീതിയിൽ വിൽക്കരുത്. കാരണം നൂറുകണക്കിന് കുടുംബങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഞാൻ. ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അമ്മമാരുടെ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് സമാധാനം കൊടുക്കാൻ എന്നാൽ ആവുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് ഉടനടി ആക്ഷനിലേക്ക് ഇറങ്ങണം, കർമ്മ പദ്ധതിയിലേക്ക് ഇറങ്ങണം. അതിന് ഒറ്റക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാകുക. ആ കൂട്ടായ്മ സ്വതന്ത്രമായിരിക്കണം. ഗവൺമെന്റിൽ നിന്ന് പോലും ഒരു രൂപ വാങ്ങരുത്. ഒരു രൂപ പോലും വാങ്ങരുത്. മറ്റുള്ളവരിൽ നിന്നും വാങ്ങരുത്. സ്വന്തമായി ഉണ്ടാക്കുന്ന പൈസ സ്വരൂപിച്ച് ജീവിക്കാൻ പഠിച്ചേ പറ്റൂ. ഗവൺമെന്റിൽ നിന്നും വാങ്ങിയ എത്രയോ സ്ത്രീകൾ ഇന്ന് കടക്കണിയിലാണ്. മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയാൽ അവർ ഒരു കാണാ ചരടതിന്റെ പിന്നിൽ ഉണ്ടാവാം. വേണ്ട, ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാനാവുമോ എന്ന് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിൽ നിന്നും ഫണ്ട് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഗവൺമെന്റിനെതിരാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ അത് വേണം എന്ന് കുടുംബശ്രീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ തരുന്ന ഒരു പാഠം അതാണ്. ഗവൺമെന്റിൽ നിന്നും സംഘം തുടങ്ങുമ്പോൾ മുതൽ അപ്പൊ തന്നെ കൊടുത്ത പൈസകള് അതാണ് കടക്കണിയിലേക്ക് ആളുകളെ, അമ്മമാരെ നയിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തുടങ്ങാൻ പറ്റുമെങ്കിൽ എല്ലാ സ്ത്രീകളും സ്നേഹസംഘങ്ങൾ തുടങ്ങുക അവരവരുടെ ഏരിയയിൽ. എന്നിട്ട് കൂട്ടായി ചർച്ച ചെയ്യുക. ഇത് വേണ്ടതാണോ ഇല്ല തീരുമാനിക്കുക, പ്രവർത്തിക്കുക. നമ്മളാലാവുന്നത്. ലോകം മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ആനന്ദലോകമാക്കാമെന്ന് ആരും സ്വപ്നം കാണുന്നില്ല. പക്ഷേ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇനി സംശയം ആർക്കെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നില്ല. സാർ നമശിവായ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ ആരും പറയാത്ത ഒരു ടോപ്പിക്കാണ് സാർ. വളരെ നന്നായിരുന്നു, വളരെ മനോഹരമായി. അതെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം തുടങ്ങാൻ അതെ, 2-3 ക്വസ്റ്റ്യൻ അദ്ദേഹം ഉത്തരം പറയുന്നതായിരിക്കും. പറഞ്ഞോ ചോദിക്കട്ടെ. എന്താണ് ആശങ്ക? ചെയ്യണോ വേണ്ടേ? ആദ്യം അതാണ്. ഇത് വേണോ വേണ്ടേ? ഈ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യരെല്ലാം ഡിവൈനായിട്ടും നമുക്ക് അത് അനുഭവിക്കാൻ പറ്റാതെ പോകും. അതാണ് നമ്മുടെ പ്രശ്നം. ഇതിന് കാരണങ്ങൾ ഇത് തന്നെയാണ്. തുടങ്ങേണ്ടത് സ്ത്രീകളിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്ത്രീകളാണ് ഇതിന്റെ തുടക്കം. കാരണം അത് ഡിവൈൻ ആണ്, ആ ഡിവൈൻ ശരീരമാണ്. ആ ഡിവൈൻ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് കണക്കാക്കിയാണ്. അവർക്ക് ഡിവൈൻ സന്ദേശങ്ങൾ അവരുടെ ആന്റിനയിലൂടെ സ്വീകരിക്കാനുള്ള ഒരു ഘടനാവിശേഷവും കൂടി അതിനുണ്ട്. അതാണ് പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത്.